ശബരിമലയിൽ നടന്നതായി പറയപ്പെടുന്ന വൻ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. മുൻ ദേവസ്വം മന്ത്രിയും CPM മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതോടെ സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം കൂടുതൽ ശക്തമായിരിക്കുന്നു. കേസിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ അന്വേഷണം സംസ്ഥാന പോലീസിന്റെ പരിധിയിൽ നിന്ന് മാറ്റി കേന്ദ്ര ഏജൻസിയായ CBIക്ക് വിടണമെന്ന ആവശ്യത്തിന് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമാണ് കൈവന്നിരിക്കുന്നത്. ഇത് സർക്കാരിനെയും ഭരണകക്ഷിയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനെ 3 മണിക്കൂറിലധികം ചോദ്യം ചെയ്തെങ്കിലും അദ്ദേഹം നൽകിയ പല മൊഴികളിലും വലിയ രീതിയിൽ അവ്യക്തതകൾ നിലനിൽക്കുന്നതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു സ്പോൺസർ എന്ന നിലയിൽ തനിക്ക് നേരത്തെ പരിചയമുണ്ടെന്ന് കടകംപള്ളി സമ്മതിച്ചെങ്കിലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തനിക്ക് അറിയില്ലെന്ന മുൻ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ മൊഴികൾ അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രത്യേകിച്ച് പ്രതിയുമായി മന്ത്രിക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വഴിവിട്ട സഹായങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മന്ത്രിയുടെ മണ്ഡലമായ കഴക്കൂട്ടത്ത് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി വീടുകൾ നിർമ്മിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും പോലീസ് ഇപ്പോൾ ആഴത്തിൽ അന്വേഷിക്കുന്നുണ്ട്.